Hello, my dear beautiful souls. Welcome back to our YouTube channel Healing Angels Sibley Tarot Malayalam. അപ്പം നമ്മളിത് നോക്കാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 7 ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്ത് മാറ്റവും ഉണ്ടാവാൻ പോകണമെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുമോ ആ ടൈം തൊട്ട് നിങ്ങൾ റിസനേറ്റ് ആയി തുടങ്ങും. അതുപോലെ തന്നെ ഇതിനകത്ത് റീഡിങ്ങിൽ പറയുന്ന എല്ലാ കാര്യം എല്ലാവർക്കും ഒരേപോലെ റിസനേറ്റ് ആവണമെന്നില്ല. സോ റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ കരിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക. അതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ടിരിക്കുക. ദെൻ റീഡിങ് കാണാൻ ശ്രമിക്കുക. ഞാൻ കമൻസ് ഒക്കെ വായിച്ചു. എനിക്ക് സന്തോഷമുണ്ട് കമൻസ് ഒക്കെ കാണുമ്പോൾ. വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളയക്കുന്ന കമൻസ് ഒക്കെ ഞാൻ ചേട്ടനായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ. അതിൻ്റെ കുറേ നല്ല നല്ല കമൻസ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം, എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം. പിന്നെ ചിലർ പറയാറുണ്ട് സ്പീഡ് കുറച്ചൊന്ന് കുറക്കുമെന്ന്. ജനറ്റിക് ആയിട്ട് കിട്ടിയ സംഭവമാണിത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പതിയെ റീഡ് ചെയ്ത് പോകാനായിട്ട്. ഞാൻ സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എനിക്ക് സ്പീഡ് ഭയങ്കര കൂടുതലാണ്. സോ ഞാൻ കുറച്ച് ഇതായിട്ട് സ്പീഡ് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ കുറെ ചേച്ചിമാരും മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ ചിരി നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ജ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ച് ദിവസത്തേക്ക് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് മാറാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഇപ്പോഴും നമ്മൾ അവർ സ്റ്റേ ചെയ്യാവുന്ന സ്ഥലത്ത് തന്നെയാണ്, മാറിയിട്ടില്ല. അപ്പം അതുവരെ റീഡിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ലൈറ്റ്സ് ആയത് ഭയങ്കര യെല്ലോഷ് കളറായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. അത് ഇവിടെ ലൈറ്റ്സിന്റെ പ്രശ്നമാണ്. ഇവിടെ ഈ ഫ്ലാറ്റിൽ മൊത്തത്തിൽ ഈ ലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വൈറ്റ് കളറൊന്നും ഞാൻ കാണുന്നില്ല. ഡിം ലൈറ്റാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നല്ലതാണ്, കണ്ണിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങൾ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലാണ് നിങ്ങളുടെ എനർജി ഇതിനകത്തേക്ക് നമുക്ക് ആയി കിട്ടുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് വരത്തുള്ളൂ. ചിലർ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന ഭാഗം സ്കിപ്പ് ചെയ്ത് കളയും. അപ്പം നിങ്ങൾക്ക് അത് റിസനേറ്റ് ആവുന്നത്. ദ ഡെവിൾ കാർഡാണ് ഫസ്റ്റ് തന്നെ വീണത്. കറണ്ട് എനർജി നോക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? 9 ഓഫ് സ്വോർഡ്സ് കാർഡും കൂടി എടുക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ്? ചിലർ പറയുന്നുണ്ട് കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ട്, ചീവീടിൻ്റെ സൗണ്ട് എന്നൊക്കെ. എനിക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്തായാലും സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് കേൾക്കാൻ പറ്റുക കേൾക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് സൗണ്ട് ഇല്ലാത്ത ഏതെങ്കിലും ചാനലിൽ കാണാം. 5 ഓഫ് പെൻഡാക്കിൾ ആണ് വന്നേക്കുന്നത്. നമുക്ക് ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. ദെൻ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. നിങ്ങളിവിടെ നമുക്ക് ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് സയൻസ് പറയാം. ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. അപ്പൊ നമുക്ക് ഈ എനർജീസ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എർത്ത് സൈൻ ആണ്. അതായത് ടോറസ്, വിർഗോ, കാപ്രിക്കോണിന്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ദെൻ ജെമിനി, ലിബ്ര, അക്വേറിയസ്, ലിറ്റിൽ ബിറ്റ് എയർ സൈൻ ഉണ്ട്. ദ ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു പേഴ്സൺ, ഒന്നില്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അതിൽ നിങ്ങൾ സ്റ്റെക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. സോറി, അതായത് നിങ്ങൾക്ക് ഒരു ടോക്സിക് ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടോ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, നല്ല രീതിക്ക് അതിനകത്ത് ഭയങ്കര അറ്റാച്ച്മെന്റും ഒരു അഡിക്ഷനും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കോഡിപ്പെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക് അതിൽ. ഓക്കെ, നിങ്ങളിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മെന്റലി നിങ്ങൾ അതിനകത്ത് ഭയങ്കര നല്ല രീതിക്ക് അഡിക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഭയങ്കര നല്ല രീതിക്ക് ഒരു കോഡിപ്പെൻഡൻസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് ആൻസൈറ്റി കാണുന്നുണ്ട്, ഡിപ്രഷൻ കാണുന്നുണ്ട്, നല്ല രീതിക്ക് പേടിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളൊരു ഒന്നിലും ഒരു ഹോപ്പ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ നല്ല രീതിക്ക് ഒരു ട്രോമ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് വേണം നമുക്കിവിടെ പറയാനായിട്ട്. കാരണം നമ്മൾ നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആയിക്കോട്ടെ നല്ല രീതിക്ക് ഒരു ട്രോമ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറപ്പില്ല, രാത്രി എഴുന്നേറ്റിരിക്കുക, നിങ്ങൾ സങ്കടപ്പെടുക, ഓവർ തിങ്ക് ചെയ്യുക, നിങ്ങളിങ്ങനെ എഗെയിൻ എഗെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ വന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ മുമ്പോട്ട് പോണേന്നൊക്കെയാണ് നിങ്ങളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് 5 ഓഫ് പെന്റാക്കിൾ. നിങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്. ഇത് തന്നെ റിപ്പീറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫിനാൻഷ്യൽ ലോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഐസൊലേഷൻ പീരീഡിലാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഒരു ഐസൊലേഷൻ ഫേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ഇപ്പോൾ ഫീൽ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ഐസൊലേഷൻ പ്ലസ് ഫിയർ, പിന്നെ നമുക്ക് അറ്റാച്ച്മെന്റ്, ഡെവിൾ കാർഡ്. സോ ഇതെല്ലാം കൂടി നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു എനർജിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഡെവിളിന്റെ എനർജിയാണ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരിക. ആ എനർജി ബ്രേക്ക് ആവും. കാരണം ആ ഒരു ഫേസ് ക്രിയേറ്റ് ആയിട്ട് ആ എനർജി ക്ലോസ് ആയിട്ട് ഈ ഒരു ഫേസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടാവും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ഇവിടെ കാണിക്കുന്നത്. ഈ എനർജിയാണ് നിങ്ങൾക്കെങ്കിൽ ബാലൻസ് റീഡിങ് കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാ. ദെൻ ഇൻ നെക്സ്റ്റ് 7 days നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 2 റിട്ടേൺ വെക്കാണ്. നെക്സ്റ്റ് 7 days നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോണത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് നെക്സ്റ്റ് 7 days എന്താണ് വരാൻ പോണത്? ദ വീൽ ഓഫ് ഫോർച്യൂൺ. എല്ലാം കൂടി പോയി, ഒട്ടും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ദ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡാണ് വന്നത്. നമ്മൾ ചെറിയൊരു ഗ്യാപ്പിലിരുന്നിട്ടാണ് ഈ റീഡിങ് എടുക്കുന്നത്. അതാ കാർഡും നമുക്ക് മര്യാദക്ക് പിടിക്കാൻ പറ്റാനുള്ള. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് നെക്സ്റ്റ് 7 days എന്താണ് വരാൻ പോകുന്നത്? 8 ഓഫ് വാൻഡ്സ്, എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് നെക്സ്റ്റ് 7 days എന്താണ് വരാൻ പോണത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഒരു കാർഡ് താഴെ, ടവർ കാർഡാണ് താഴെ പോയിട്ടുണ്ടായത്. സോ നെക്സ്റ്റ് 7 days നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ഫേസ് ചേഞ്ച് ആവും. ഞാൻ നേരത്തെ ഡെവിൾ കാർഡ് വന്നപ്പോൾ പറഞ്ഞു ഇത് തിരിയും. ഡെവിൾ എനർജി നിങ്ങളുടെ ക്ലോസ് ആയിട്ട് പുതിയൊരു ഫേസ് ഓപ്പൺ ആവും. സോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ലക്ക് വരും. ഇതുവരെ ഉണ്ടായ കർമ്മയൊക്കെ റിലീസായി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ലക്ക് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെസ്റ്റിനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഒരു ന്യൂ ഡെസ്റ്റിനി ചേഞ്ച് വരും. സഡൻലി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡെസ്റ്റിനി ചേഞ്ചിങ് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ സൈക്കിളൊക്കെ മാറി ഇനി ഒരു സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. ഇവിടെ ഒരു ഗുഡ് ലക്കിന്റെ കാർഡാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ 10 ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നവരിവിടെ ഉണ്ടാവും. അതായത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടാവും. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണ്ടാവും. അതായത് ഒരു സഡൻ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒട്ടും ഡിലേ ഉണ്ടാവില്ല. കാരണം ഇത് ഫാസ്റ്റ് ആയൊരു കമ്മ്യൂണിക്കേഷനെയാണ്. അതിനധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മീൻസ് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ്ലി വന്നതിന് അങ്ങനെ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സഡൻ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഒരു കോളോ മെസ്സേജോ ഒക്കെ ആരുടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ കോളും മെസ്സേജൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടാവും. ദെൻ നിങ്ങൾക്കൊരു ട്രാവൽ എനർജി കാണാണ്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി ആൾ കാണാനോ അല്ലെങ്കിൽ ആൾ ഇങ്ങോട്ടേക്ക് വരാനോ സാധ്യതയുണ്ട്. വിൽ ഓഫ് ഫോർച്യൂൺ വന്നേക്കുന്നുണ്ട്. ഓൾ സയൻസ് ആർ അവൈലബിൾ. നമ്മൾ അതുകൊണ്ട് സയൻസും കാര്യങ്ങളൊന്നും ഇവിടെ പറയണില്ല. ദെൻ നിങ്ങൾക്കൊരു പെട്ടെന്ന് സഡൻലി ഒരു ബ്രേക്ക് സിറ്റുവേഷൻ വരും, സഡൻ ചേഞ്ച് വരും നിങ്ങളുടെ ഇടയിലേക്ക്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇതിനകത്തൊരു ക്ലാരിറ്റി വരും. നിങ്ങൾ പെട്ടെന്നൊരു ഷോക്ക് ന്യൂസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇത്രയും നാളും എന്ത് കാര്യത്തിനാണോ കാത്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വ്യക്തമാക്കേണ്ടാവും. കാരണം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവ് വരുമോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് ഒന്നും പറയാതെ പോയൊരു വ്യക്തിയാണെങ്കിൽ ഈ 7 daysനുള്ളിൽ ഒരു ക്ലാരിറ്റി പുറത്തേക്ക് വരും. മീൻസ് ആൾ തന്നെ നിങ്ങളോട് പറയുണ്ടാവും എന്തിനാണ് ഈ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് മാറി നിന്നേന്നുള്ളത്. ഓക്കെ,
ഫൈനലി നിങ്ങൾക്ക് ട്രൂത്ത് പുറത്തു വരുമെങ്കിലും ചിലവർക്കൊക്കെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യണ്ടാവാം. പക്ഷെ ആരും പേടിക്കേണ്ട, ഇത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതല്ല, ഇത് കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ വേണ്ടി നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗ്യാപ്പ് വരുന്നതായിരിക്കും. കാരണം ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയാ ഒരു റീബിൽഡ് വരുമ്പോഴത്തേക്ക് അത് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നിങ്ങളുടെ ഫിനാൻസും കരിയറും എങ്ങനെയാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന്റെ ഫിനാൻസും കരിയറും എങ്ങനെയാണ് ഈ 7 ഡേയ്സിൽ. Ace of Pentacle, please guide me divine, please guide me, please guide me universe and വ്യൂവേഴ്സിന്റെ കരിയറും ഫിനാൻസും എങ്ങനെയാണ് ഈ 7 ഡേയ്സ്. പ്ലീസ് ഗൈഡ് മീ divine, please guide me angels. ആ കാർഡ് പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെ, കിങ് ഓഫ് പെൻഡാക്കിൾ. അതായത് ഈ 7 ഡേയ്സിൽ നിങ്ങളുടെ കരിയറിലേക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ചിലർക്കൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് കഴിവുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് നടക്കുന്നുണ്ടാവും. ചിലർക്ക് ഇവിടെ ന്യൂ കരിയർ തന്നെ ഓപ്പൺ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആവും. ഒറ്റയടിക്ക് ഒരുപാട് ക്യാഷ് കയ്യിൽ വരും എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാനായിട്ട് ഒരു ഫൗണ്ടേഷൻ വരെ ഉണ്ടാവും. മീൻസ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലാണല്ലോ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക. സോ ചിലർക്കൊക്കെ ഇവിടെ ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നൗ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് ന്യൂ വെഞ്ചേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു അബൻഡൻസ്, പ്രോസ്പെരിറ്റി ഒക്കെ ലിറ്റിൽ ബിറ്റ് കയറി വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന് ദെൻ നമുക്ക് കിങ് ഓഫ് പെൻഡാക്കിൾ തന്നെയാണ്. അതായത് ഫയർ എർത്ത് സൈനാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കൂടുതൽ എർത്തിന്റെ സൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടോറസ്, വിർഗോ, ക്യാപ്രിക്കോണിന്റെ എനർജി. ബിസിനസ് ചിലർക്കൊക്കെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വെൽത്തും ഹെൽത്ത് ഒക്കെ നോക്കി നിൽക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട് ഈ 7 ദിവസത്തിനുള്ളിൽ. മീൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. എല്ലാ കാര്യത്തിലും ഭയങ്കര സെക്യൂരിറ്റി നോക്കി നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻ ആണ്. അതേപോലെ തന്നെ ഭയങ്കര അബൻഡൻസും പ്രോസ്പെരിറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ന്യായമായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. മീൻസ് എത്ര കിങ് ആണ് എന്താന്നൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വേണം കരുതാനായിട്ട്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ബിസിനസ്സിലെ ലോസോ പ്രോഫിറ്റ് ചെയ്യുന്നത് തന്നെയാണെങ്കിൽ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയാറില്ല. അവരെപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കിങ് ഓഫ് പെൻഡാക്കിൾ ഏതെങ്കിലും ഒരു വ്യക്തികളിൽ നിന്ന് ഇപ്പൊ ബിസിനസ് ചെയ്യണവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ നിങ്ങൾക്ക് ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു തീരുമാനം, ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം വരെ ഉണ്ടാവും. ഓക്കെ, ദെൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ സ്ലോലി നിങ്ങളുടെ ഗ്രോത്തിലേക്കായിരിക്കും പോവുണ്ടാവുക. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പും കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ജസ്റ്റ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് ഈ 7 ഡേയ്സിൽ. നമുക്കിനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി എടുക്കുക. ഈ 7 ഡേയ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കുക. ദെൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം നോക്കുക ഈ 7 ഡേയ്സിലുള്ളത്. കാർഡുകൾ എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. സോ ടൈം ഒരുപാട് ലേറ്റ് ആവണം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ജസ്റ്റ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഈ 7 ഡേയ്സ് എന്താണ് നടക്കുക. വ്യൂവേഴ്സൊക്കെ അത് ഡൗൺ ആയോ? ലവേഴ്സ് കാർഡ് നമുക്ക് കാണിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് കാണിക്കണില്ല.
ടു ഓഫ് കപ്സ്. ഇനി ഹിഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് മറിഞ്ഞിരിക്കണം എന്താ നോക്കാം. ദ ഹൈ പ്രീസ്റ്റസ്. എന്താണ് ഹിഡൻ ആയിട്ട്? ദ ജസ്റ്റിസ്. ഇനി നമുക്ക് നിങ്ങളുടെ ഈ 7 ഡേയ്സിൽ ഓവറോൾ ഔട്ട്കം എന്താ നോക്കാം. കുറെ കാർഡ് ഒന്നിച്ച് വീണ്. ഈ 7 ഡേയ്സ് ഓവറോൾ ഔട്ട്കം എന്താ? ദ സ്റ്റാർ. സ്റ്റാർ കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇതിനകത്ത് സ്റ്റാറിൽ നിൽക്കണ ഒരാൾ ന്യൂഡായിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്ക് യൂട്യൂബിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. Please guide me. 6 of Wands. Okay. ചാർജ് കുത്തിയിട്ടിട്ടാണ് ഞാൻ റീഡ് ചെയ്യണത്. ഇവിടെ എല്ലാവരും ചാർജ് മാറി മാറി കുത്തും. എൻ്റെ കയ്യിൽ മാത്രമേ ചാർജർ ഉള്ളൂ. സോ ഓരോരുത്തർ ചാർജർ കൊണ്ടുപോയപ്പോൾ ടൈം എടുക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ലവേഴ്സ് കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഭയങ്കര ഡീപ്പായിട്ട് എന്താ പറയാ ഇമോഷണൽ ഒരു കണക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് തന്നെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. മീൻസ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈഗോയൊക്കെ ഉണ്ടെങ്കിൽ ആ ഈഗോയൊക്കെ ഇവിടെ ബ്രേക്ക് ആവും. നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്ട് ആവും. ദെൻ എന്താ പറയുക, ആളിവിടെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വേണം എന്നൊക്കെ ആളിവിടെ ചിന്തിക്കുന്നുണ്ട്. ദെൻ നമുക്ക് വന്നേക്കുന്നത് 2 ഓഫ് കപ്സിന്റെ കാർഡാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഡ്യുവാലിറ്റി, ഒരു ടുഗദർനെസ് ഒക്കെയാണ്. അതായത് ഇതിലും പറയണത് ഒരു റീയൂണിയൻ പോസിബിൾ ആണ് നിങ്ങളുടെ ഇടയിൽ നിന്നാണ്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ്സ് തരും. അല്ലെങ്കിൽ ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണുണ്ടാവാം. നിങ്ങളുടെ കണക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്യും. ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ട്രൂത്തൊക്കെ നിങ്ങൾക്ക് റിവീൽ ആയി കിട്ടും. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഓപ്പൺലി പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് തീർത്ത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇത്രയും നാളെ ഒരു ഈക്വൽ ഗിവാൻഡേക്കോ കമ്മിറ്റ്മെന്റ്സ് ഒന്നും തന്നിട്ടില്ല. ഒരു മാരിറ്റൽ അഫെയർ ആണ്. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ തമ്മിൽ വീണ്ടും ജോയിന്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല മാരിറ്റൽ അഫെയർ ഉള്ളവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറിയവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 സ്ഥലത്തും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട്. ഓക്കെ, കാരണം നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഡീപ്പായ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സോൾ കണക്ഷനും കൂടിയാണ് അല്ലേ. ഇത് ലവേഴ്സ് കാർഡും ഒരു 2 ഓഫ് കപ്സും വന്നേക്കൊണ്ട് നമുക്കറിയാം ഇതൊരു സോൾ ടു സോൾ കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബ്രേക്കപ്പ് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കണവരാണെങ്കിൽ അതൊക്കെ മാറി ആളുടെ ഈഗോ ബ്രേക്കായി നിങ്ങളുടെ അടുത്ത് വന്ന് കണക്ട് ആവുണ്ടാവും. ദെൻ നമ്മളിവിടെ നോക്കുവാണ് ഹിഡൻ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് ആൾ എന്താണ് മറച്ചു വെച്ചേക്കുന്നത്. നിങ്ങളുടെ 7 ദിവസത്തിനുള്ളിൽ എന്താണ് ഹിഡൻ ആയിട്ട് ഇരിക്കണമെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ദ ഹൈ പ്രീസ്റ്റസിന്റെ കാർഡും ദ ജസ്റ്റിസിന്റെ കാർഡുമാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇപ്പൊ നിങ്ങളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ പറയണത്. അതായത് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളോട് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഫെയർ അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂത്ത്ഫുള്ളി അത് പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെ അത് പുറത്തേക്ക് വരുന്നതാണ്. പബ്ലിക്കലി അത് പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്കൊരു ട്രൂത്ത് കിട്ടും. റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി ലോയും കാര്യങ്ങളനുസരിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് നടക്കണവരാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരുന്നതാണ് ഇവിടെ പറയുന്നത്. ദെൻ നിങ്ങളുടെ ഈ 7 days ഔട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാറിന്റെ കാർഡും പിന്നെ 6 ഓഫ് വാൻസിന്റെ കാർഡും. അതായത് നിങ്ങൾക്ക് ഒരു മറ്റേ ഹൈ പ്രീസ്റ്റസ് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മൾ ഇന്നലെ കർമ്മ ഡെസ്റ്റിനിയുടെ ഇത് ചെയ്തിട്ടുണ്ടായി. സോ നിങ്ങളുടെ കർമ്മ ബാലൻസ് ആവുന്നതും കൂടിയാണ് നമ്മുടെ ഹൈ പ്രീസ്റ്റസിന്റെ കാർഡിൽ പറയുന്നത്. അതേപോലെ തന്നെ ദ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു ഹോപ്പ് വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാം ആയിട്ടിരിക്കും, പേഷ്യൻസിലിരിക്കാനാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടി അവൈക്കൻഡ് ആവാനാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. ഈ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടി അടുക്കുന്നുണ്ടാവും.
നിങ്ങൾക്കൊരു സക്സസ് വരാനുള്ള ടൈമാണ് ഈ 7 ദിവസം. ഞാൻ പറഞ്ഞു കരിയർ നോക്കിയപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഇൻഡിവിജ്വലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ ഗൈഡൻസ് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ദെൻ 6 ഓഫ് ഫാൻസിന്റെ കാർഡ്, നിങ്ങൾക്കൊരു വിക്ടറി വരും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ മൂവ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബാലൻസിൽ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സോ നിങ്ങൾ ഹീൽ ചെയ്യുക, ഒരു ഹീലിങ്ങിന്റെ എനർജിയിൽ ഇരിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. നിങ്ങളുടെ സോള് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നമ്മളിത് ക്ലോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള, കാരണം ഇത് റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമല്ലായിരുന്നു, ഇതിനകത്ത് കരിയറും ഫിനാൻസും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ അധികം വലിച്ചു നീട്ടണില്ല. സാധാരണ ഞാൻ സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട്, ഇന്ന് അതിനൊന്നും നേരം ഇല്ല എന്ന് വേണം പറയാൻ. ടൈം ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, ഇവിടേക്ക് എല്ലാവർക്കും കിടക്കാനൊക്കെ സമയമായി വരുന്നു. അപ്പോൾ റിയൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. ചിലർ പറയുന്നു 11 നമ്പർ ഉണ്ടെന്ന്. എൻ്റെത് ബഹ്റൈൻ നമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഇത്തിരി കൂടുതലായിരിക്കാം. നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, DM ചെയ്യുക. ഞാൻ റിപ്ലൈ ചെയ്യേണ്ട. നാളെ മുതൽ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ എല്ലാവരോടും പറയണു സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇടയ്ക്ക് ഓരോ വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. മീൻസ് ഞാൻ എങ്ങനെയാണ് എന്നെ ഇത്രയും മാറ്റിയെടുത്തത്. ഞാൻ ഈ പറയണമല്ല ഭയങ്കര ഓവർ തിങ്കിങ്ങിൻ്റെ ആളായിരുന്നു. എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് കൂടുതലായിരുന്നു. ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചേട്ടനോട് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയൊക്കെ നടക്കണ ഒരു പെങ്കൊച്ചായിരുന്നു. ചേട്ടനാണ് കുറേയൊക്കെ എന്നെ അതിൽ നിന്ന് മാറ്റിയെടുത്തത്. മീൻസ് എന്താ പറയുക, ഒരുപാട് എനിക്ക് മാറ്റമുണ്ട് എൻ്റെ ലൈഫിൽ നിന്ന്. ഇപ്പം ഇതിലും കൂടി വന്നത് പിന്നെ നല്ല രീതിക്ക് ഞാൻ മാറിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. സോ എല്ലാവരും ഷോർട്സ്, അതുപോലെയുള്ള ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഒക്കെ കാണാൻ. ഞാൻ പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത്, സെൽഫ് കെയർ ചെയ്ത്, സെൽഫ് ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ ആരും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, ചിലവരുണ്ടാവും. എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇത്രയും ഞാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആളെ മാത്രമാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഞാൻ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്നെ ഇത്രയും പുറത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഹസ്ബൻഡാന്ന് വേണം പറയാനായിട്ട്. സോ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നോക്കാം. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. ബൈ.